നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026 എന്ന വർഷം വലിയ മാറ്റങ്ങളുടെയും തിരിച്ചറിവുകളുടെയും ഒരു വർഷമാണ്. കുംഭൻ രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് ശനിയുടെ സ്വാധീനം ശക്തമായി തുടരുന്നതിനാൽ ചില വെല്ലുവിളികളുണ്ടാകും. എങ്കിലും വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥിതി വലിയ ആശ്വാസമാവുകയും ചെയ്യും. വർഷഫലം ചുരുക്കി വിവരണമാണ്. പ്രധാന ഗ്രഹമാറ്റങ്ങൾ. ശനിയുടെ മാറ്റം. വർഷത്തിൻ്റെ ഭൂരിഭാഗവും ശനി 12ാം ഭാവത്തിൽ, അതായത് വ്യയശനിയായിട്ടാണ് തുടരുന്നത്. അനാവശ്യ ചെലവുകൾക്കും മാനസിക സമ്മർദ്ദത്തിനും ഇത് കാരണമാകും. വ്യാഴമാറ്റം ജൂൺ മാസം വരെ വ്യാഴം അനുകൂലമല്ലാത്ത സ്ഥാനത്താണെങ്കിലും അതിനുശേഷം വ്യാഴം 5ാം ഭാവത്തിലേക്ക് മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുന്നത് വലിയ ആശ്വാസം നൽകും. ഇത് ഭാഗ്യ അനുഭവങ്ങൾക്കും സന്താന ലബ്ധിക്കും വഴിയൊരുക്കുന്നതാണ്. രാഹു ചതയം നക്ഷത്രത്തിൽ തുടരുന്നത് ഗവേഷണ ബുദ്ധിയും ദീർഘവീക്ഷണവും നൽകുമെങ്കിലും അമിത ചിന്തകൾ ഒഴിവാക്കേണ്ടതുണ്ട്. ജീവിത വിശകലനം നോക്കുമ്പോൾ ഈ ഗ്രഹസ്ഥിതികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എങ്ങനെ ബാധിക്കും എന്നതാണ്. വർഷത്തിന്റെ ആദ്യ പകുതി, അതായത് ജൂൺ വരെ വളരെ മികച്ചതാണ്. പുതിയ ജോലി ലഭിക്കാനോ നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനോ ഉള്ള ഇടയാണ് കാണുന്നത്. എന്നാൽ ജൂണിന് ശേഷം ജോലി സ്ഥലത്ത് ചെറിയ തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ അനാവശ്യമായ സമ്മർദ്ദങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ ക്ഷമ പാലിക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ മേഖലയിൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചില വെല്ലുവിളികളും അസ്ഥിരതയും നേരിടാം. എന്നാൽ ജൂണിന് ശേഷം തൊഴിൽ രംഗത്ത് ഉണർവുണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനും സാധ്യത പറയുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട വർഷം കൂടിയാണ് 2026. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരാൻ സാധ്യതയുള്ളതിനാൽ നിക്ഷേപങ്ങളിൽ ജാഗ്രത വേണം. ജൂണിന് ശേഷം സാമ്പത്തിക നില മെച്ചപ്പെടുകയും പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുകയും ചെയ്യും. കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. എങ്കിലും ബന്ധുക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അവിവാഹിതർക്ക് വർഷത്തിന്റെ 2ാം പകുതിയിൽ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനാകും. പ്രണയിക്കുന്നവർക്ക് ബന്ധം ദൃഢമാകാൻ അനുകൂലമായ സമയം കൂടിയാണ് ഈ 2026. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉറക്കക്കുറവോ ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള വർഷം കൂടിയാണ്. ശരിയായ ഭക്ഷണ രീതിയും വ്യായാമശീലവും ശീലിക്കുന്നത് ഗുണം ചെയ്യും. വീഴ്ചകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ യാത്രകളിൽ ശ്രദ്ധയും വേണം. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന വർഷമാണ്. ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് വർഷത്തിന്റെ പകുതിയോടെ മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്യും. ചില ദോഷപരിഹാരങ്ങൾ നിർദ്ദേശിക്കാം. ശനിദോഷ പരിഹാരത്തിനായി ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് കഴിപ്പിക്കുക. രാഹു പരിഹാരത്തിനായി നാഗദൈവങ്ങളെ ആരാധിക്കുകയും രാഹു മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുക. മനഃശാന്തി നൽകും. പാവപ്പെട്ടവർക്കോ മരുന്നോ വസ്ത്രമോ ദാനം ചെയ്യുന്നത് ദോഷപരിഹാരങ്ങൾ കുറയ്ക്കാൻ കൂടുതൽ സഹായിക്കും. ഇതൊരു പൊതുവായ ഫലമാണ്. വ്യക്തിയുടെ ജാതകത്തിലെ ദശാസന്ധികൾ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങളൊക്കെ വരും. ചതയം നക്ഷത്രത്തിന്റെ 4 പാദങ്ങളും കുംഭൻ രാശിയിലാണ് വരുന്നത്. എങ്കിലും ഓരോ പാദത്തിന്റെ നവാംശക അധിപന്മാർ മാറുന്നതനുസരിച്ച് 2026 ഫലങ്ങളിൽ വ്യത്യാസവും ഉണ്ടാകും. ചതയം 1ാം പാദം ധനു നവാംശം. ഇത് പാദത്തിന്റെ അധിപൻ വ്യാഴമാണ്. കൂടുതൽ ആത്മീയവും നീതിബോധവും പ്രകടിപ്പിക്കുന്നവരായിരിക്കും. 2026 ഫലം ഈ പാദക്കാർക്ക് വർഷത്തിന്റെ പകുതിക്ക് ശേഷം ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കുമെന്നുള്ളതാണ്. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ അനുകൂലമായ തീരുമാനമുണ്ടാകും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് മികച്ച സമയം കൂടിയാണ്. അമിത ആത്മവിശ്വാസം കാരണം സാമ്പത്തിക ഇടപാടുകളിൽ അബദ്ധങ്ങൾ സംഭവിക്കാതെ നോക്കണം. ചതയം 2ാം പാദം മകര നവാംശം. ഈ പാദത്തിന്റെ അധിപൻ ശനിയാണ്. കഠിനാധ്വാനങ്ങളും പ്രായോഗിക ബുദ്ധിയുമുള്ളവരായിരിക്കും ഇവർ. ശനി സ്വക്ഷേത്ര നവാംശത്തിൽ വരുന്നതിനാൽ തൊഴിൽ രംഗത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. കഠിനാധ്വാനത്തിന് തക്കതായ ഫലം ലഭിക്കും. തടസ്സമുണ്ടെങ്കിലും നിരാശപ്പെടേണ്ടതില്ല. വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയിക്കും. വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കും. അമിതമായ ജോലിഭാരം മൂലം ആരോഗ്യ പ്രശ്നങ്ങളോ പ്രത്യേകിച്ച് സന്ധിവേദന, മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാകാനും ഇടയുണ്ട്. ചതയം 3ാം ഭാവം കുംഭം നവാംശം. ഈ പാദത്തിന്റെ അധിപനും ശനി തന്നെയാണ്. ദീർഘവീക്ഷണമുള്ളവരും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരുമായിരിക്കും. സ്വന്തം നക്ഷത്രത്തിൽ രാഹു നിൽക്കുന്നതും നവാംശത്തിൽ ശനി ബലവാനായി വരുന്നതും ഗവേഷണ ബുദ്ധി വർദ്ധിപ്പിക്കും. പുതിയ ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. രാഷ്ട്രീയത്തിലോ പൊതുപ്രവർത്തനങ്ങളിലോ ഉള്ളവർക്ക് അംഗീകാരവും ലഭിക്കും. സഹോദരങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായവും പ്രതീക്ഷിക്കാം. രഹസ്യ ശത്രുക്കളുടെ ശല്യം ഉണ്ടായേക്കാം. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് കുടുംബ കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ചതയം 4ാം പാദം മീനം നവാംശം. ഈ പാദത്തിന്റെ അധിപൻ വ്യാഴമാണ്.
സഹനശക്തിയും ദയയുമുള്ളവരായിരിക്കുക. 4-ാം പാദക്കാർക്ക് 2026 ജൂണിന് ശേഷം വളരെ അനുകൂലമായ സമയമാണ്. സന്താനഭാഗ്യം, വിവാഹ നിശ്ചയം എന്നിവയ്ക്ക് സാധ്യത പറയുന്നു. കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് പുരസ്കാരങ്ങളോ പ്രശസ്തിയോ ലഭിക്കാം. കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കാൻ തുടങ്ങുന്ന വർഷമായിരിക്കും ഇത്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഭക്ഷണക്രമത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. അനാവശ്യമായ ഭയം, ഉത്കണ്ഠയും ഒഴിവാക്കുക.